എല്ലാ വീടുകളിലും വെളിച്ചം നിറയ്ക്കാൻ തൻ്റെ ആഭരണങ്ങൾ വിറ്റ രാജാവിനെ പരിചയപ്പെടാം. അദ്ദേഹം ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുകയും അവരെ എപ്പോഴും മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു രാജാവായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്ങളുടേതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും കഥകളും ഇതിഹാസങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ചില മോശം ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്തു. മൊത്തത്തിൽ അവരുടെ ശ്രദ്ധ പൊതുജനക്ഷേമത്തിലും പ്രജകൾക്കുള്ള സേവനത്തിലുമായിരുന്നു. അത്തരമൊരു രാജാവായിരുന്നു മൈസൂറിലെ 24ാമത്തെ മഹാരാജാവായ മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമൻ. 1902 മുതൽ 1940 മരിക്കുന്നതുവരെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ദയാപ്രവർത്തികൾ, സഹാനുഭൂതി നിറഞ്ഞ സ്വഭാവം, പൗരന്മാരെ സേവിക്കാനുള്ള ആഗ്രഹം എന്നിവ അദ്ദേഹത്തിൻ്റെ ഉന്നത വ്യക്തിത്വമായിരുന്നു. അതേക്കുറിച്ച് ധാരാളം പേർ എന്നും ഇന്നും സംസാരിക്കുന്നു. കൃഷ്ണരാജ വാഡിയാർ നാലാമൻ 1884 ജൂൺ 4 മൈസൂർ കൊട്ടാരത്തിൽ ജനിച്ചു. 1895 രാജാവാകുമ്പോൾ അദ്ദേഹത്തിന് വെറും 11 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കെമ്പനഞ്ച മണ്ണി ദേവി മൈസൂറിലെ മഹാറാണിയും പിന്നീട് മൈസൂർ രാജ്യത്തിൻ്റെ രാജ്ഞിയും റീജൻറ്റുമായിരുന്നു. 1902 18 വയസ്സുള്ളപ്പോൾ മകൻ പൂർണ്ണ അധികാരം ഏറ്റെടുക്കുന്നതുവരെ മറ്റു രാജാക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു വാഡിയാർ നാലാമൻ. പാശ്ചാത്യ വിദ്യാഭ്യാസവും ഇന്ത്യൻ വിദ്യാഭ്യാസവും നേടിയ അദ്ദേഹത്തിന് ആഡംബര ജീവിതം നയിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇംഗ്ലീഷ്, കന്നഡ, സംസ്കൃതം എന്നിവ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൂടാതെ അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് കഴ്സണിൽ നിന്ന് പ്രശംസ നേടിയ കലാ സംരക്ഷകനായിരുന്നു അദ്ദേഹം. ലോർഡ് കഴ്സൺ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ വളരെയധികം ആകൃഷ്ടനായി. കൃഷ്ണരാജ വാഡിയാർ നാലാമൻ്റെ കീഴിൽ മൈസൂർ രാജ്യം വിപ്ലവകരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ ഏറ്റവും പുരോഗമനപരമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കുകയും തൊട്ടുകൂടായ്മ നിരോധിക്കുകയും 8 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ശൈശവ വിവാഹം നിർത്തലാക്കുകയും ചെയ്തുകൊണ്ട് സമത്വത്തിനായി വാദിക്കുകയും ചെയ്തു. വിധവകളായ സ്ത്രീകൾക്ക് അദ്ദേഹം സ്കോളർഷിപ്പ് അനുവദിച്ചു. വികലാംഗരായ കുട്ടികളെ സഹായിക്കുന്നതിനായി തൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് എല്ലാ വർഷവും 60 ലക്ഷം രൂപ സംഭാവന ചെയ്തു. കൃഷ്ണരാജ വാഡിയാർ നാലാമൻ 1915 മൈസൂർ സോഷ്യൽ പ്രോഗ്രസ് അസോസിയേഷൻ സ്ഥാപിക്കുകയും ആദ്യകാല സംവരണ നയങ്ങളിലൊന്ന് ആരംഭിക്കുകയും ചെയ്തു. 1918 പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്ക് കൂട്ടലിന് ശേഷം അദ്ദേഹം സർക്കാർ ജോലികളിൽ 25% ബ്രാഹ്മണേതർക്ക് സംവരണം ചെയ്തു. അക്കാലത്ത് അത് വളരെ ധീരവും പ്രശംസാർഹവുമായ ഒരു നടപടിയായിരുന്നു. അദ്ദേഹത്തിന് അതിശയകരമായ ഒരു ദീർഘവീക്ഷണമുണ്ടായിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് കഴ്സൺ നിരീക്ഷിച്ചതുപോലെ സൃഷ്ടിപരവും പ്രായോഗികവുമായ ആശയങ്ങളിലും പദ്ധതികളിലും അദ്ദേഹം ആഴ്ന്നിറങ്ങി. വാഡിയാർ നാലാമൻ്റെ കീഴിൽ മൈസൂർ സാങ്കേതികവിദ്യയിൽ ഒരു പൈനിയറായി മാറിയെന്നും 1905 ജലവൈദ്യുത പദ്ധതിയിൽ പൂർണ്ണമായും നവീകരിച്ച ഏഷ്യയിലെ ആദ്യത്തെ നഗരമായി ബാംഗ്ലൂർ മാറിയെന്നും അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഇത് അദ്ദേഹത്തിന് എല്ലാ വീടുകളിലും വെളിച്ചം വിതറിയ രാജാവ് എന്ന അർത്ഥം വരുന്ന കൃഷ്ണരാജ പൂവ മാനേ മാനേ ദീപ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം വ്യാപകമായി പ്രവർത്തിച്ചു. 1915 ആയപ്പോഴേക്കും പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമായി. 12 വർഷത്തിനുള്ളിൽ, അതായത് 1927 ആയപ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ബഡ്ജറ്റ് 6.9 ലക്ഷം രൂപയിൽ നിന്ന് 46.8 ലക്ഷം രൂപയായി ഉയർന്നു. 8000 സ്കൂളുകളിലായി 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകമായി. സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി പരിഗണിക്കാതെ ഭാവി തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മൈസൂർ സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം സഹായിച്ചു. അദ്ദേഹം സർ CV രാമൻ്റെ ഗവേഷണ സ്ഥാപനത്തിനായി 10 ഏക്കർ ഭൂമി നൽകി. പിന്നീട് ബാംഗ്ലൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയി മാറുന്നതിനായി ജംഷഡ്ജി ടാറ്റയ്ക്ക് 400 ഏക്കർ ദാനം ചെയ്തു.
പ്രതിഭാധനനായ സംഗീതജ്ഞനും കലാകാരനും കവിയും. മഹാത്മാഗാന്ധി ഒരിക്കൽ വാടിയാർ നാലാമനെ രാജർഷി എന്ന് വിളിച്ചിരുന്നു. അതായത് സന്യാസി രാജാവ്. വയലിൻ, വീണ, സാക്സഫോൺ, മൃദംഗം തുടങ്ങിയ ഉപകരണങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിനാൽ അദ്ദേഹം കഴിവുള്ള ഒരു സംഗീതജ്ഞനുമായിരുന്നു. ഗൗഹർജാൻ, അബ്ദുൽ കരീം ഖാൻ തുടങ്ങിയ അക്കാലത്തെ കലാകാരന്മാരുടെയും രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം. യോഗ ഇതിഹാസം ടി കൃഷ്ണമാചാര്യയെ പ്രോത്സാഹിപ്പിക്കുകയും യോഗയെ ആഗോളതലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തു. കന്നഡയിൽ അദ്ദേഹം കവിതകൾ എഴുതിയത് അദ്ദേഹം എത്രമാത്രം അഭിമാനിക്കുന്നുവെന്നും തൻ്റെ ജനങ്ങളോടും സംസ്കാരത്തോടും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. 1940 അദ്ദേഹം അന്തരിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി 57,901 കോടി രൂപയായിരുന്നു. ഇന്നത്തെ മൂല്യവുമായി കൂട്ടിച്ചേർത്തുള്ള തുകയാണത്. എന്നാൽ അദ്ദേഹം എപ്പോഴും തൻ്റെ ജനങ്ങളെ മുൻപന്തിയിൽ നിർത്തുകയും അവരുടെ ക്ഷേമത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്ത ഒരു രാജാവായിരുന്നു. അദ്ദേഹം നൽകിയ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൃഷ്ണരാജസാഗർ അണക്കെട്ട് അത്തരമൊരു ശക്തമായ ഉദാഹരണമാണ്. പണം തീർന്നു പോയപ്പോൾ അണക്കെട്ട് പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം മുംബൈയിലെ സ്വന്തം ആഭരണങ്ങൾ വിറ്റു. ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സേവനം നൽകുന്ന ഒരു സമ്മാനമാണ് ആ അണക്കെട്ട്.